കോഴിക്കോട് കശ്യപാശ്രമം സംഘടിപ്പിക്കുന്ന സോമയാഗത്തിന് വൈദിക സമ്മേളനത്തോടെ തുടക്കമായി. യോഗാചാര്യ ബാബ രാംദേവ് ഭദ്രദീപം കൊളുത്തിയാണ് ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. കർണാടകയിലെ വേദപണ്ഡിതർ നേതൃത്വം നൽകുന്ന സോമയാഗം കാരപ്പറമ്പ് യാഗശാലയിൽ 17 വരെ നീണ്ടുനിൽക്കും. മാതാ അമൃതാനന്ദമയി ദേവി മുഖ്യപീഠം അലങ്കരിക്കുന്ന സമിതിയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട്ട് ആചാരവിധി പ്രകാരം സോമയാഗം സംഘടിപ്പിക്കുന്നത്. കശ്യപാശ്രമം ഒരുക്കുന്ന പരിപാടിക്ക് യോഗാചാര്യ ബാബ രാംദേവ് ഭദ്രദീപം കൊളുത്തി. പൂർവിക കാലത്തെ ധനധാന്യ ധർമ്മങ്ങൾ നഷ്ടപ്പെട്ടതാണ് ഭാരതത്തിന്റെ ദാരിദ്ര്യ നിവാരണത്തിന് തടസ്സമായതെന്ന് രാംദേവ് പറഞ്ഞു. पॉवर्टी यहाँ है नहीं, ये तो पावरफुल कंट्री है, इसको पुअर बना दिया है. क्यों? योग याग धर्म का, संस्कृति का, संस्कारों का वैभव नष्ट हो रहा है. കോഴിക്കോട് കശ്യപാശ്രമം കുലപതി ആചാര്യ എം.ആർ. രാജേഷ് രചിച്ച വേദവ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. എ.കെ. ശശീന്ദ്രൻ എം.എൽ.എ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഒ. രാജഗോപാൽ, അഡ്വക്കേറ്റ് പി. എസ്. ശ്രീധരൻപിള്ള തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. വേദപണ്ഡിതരായ കാപ്രമാറത്ത് അക്കിത്തിരിപ്പാട്, വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ആയിരങ്ങൾക്ക് അവിസ്മരണീയമായ അനുഭൂതി പകർന്നുകൊണ്ട് കാസർഗോഡ് ചെറുവത്തൂർ നെല്ലിക്കാത്തുരുത്തി നിലമംഗലം കഴകത്തിൽ 10 ദിവസം നീണ്ട പെരുങ്കളിയാട്ടത്തിന് കൊടിയിറങ്ങി. 170ഓളം തെയ്യങ്ങളാണ് 10 നാളുകളിലായി രാപ്പകൽ ഭേദമന്യേ ഇവിടെ അരങ്ങേറിയത്. ഉത്തരമലബാറിലെ ഏറ്റവും വലിയ പെരുങ്കളിയാട്ടത്തിനാണ് കാൽനൂറ്റാണ്ടിന് ശേഷം ജനം സാക്ഷ്യം വഹിച്ചത്. കാസർഗോഡ് നീലേശ്വരത്തെ കിണാവൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന് സമാപനമായി.